നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലായിട്ടുള്ള KSEB അഥവാ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അണ്ടറിലായിക്കൊണ്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഏകദേശം 32ഓളം ജോബ് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏകദേശം 40,975 രൂപ മുതൽ 81,630 രൂപ വരെ മാസ സാലറി ആയിട്ട് ലഭിക്കാവുന്ന ജോലിയാണിത്. ഓൺലൈൻ വഴി ആയിക്കൊണ്ട് കേരള PSC മുഖാന്തരം നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തുകൊണ്ട് കാറ്റഗറി നമ്പർ 129/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ തന്നെ നല്ലൊരു സാലറിയിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണിത്. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിക്കൊണ്ട് KSEB അഥവാ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിലായിക്കൊണ്ടാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ സിവിൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഏകദേശം 32ഓളം ജോബ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഈ ഒരു ജോലിക്കുള്ള സാലറി പറയുന്നത് 40,975 രൂപ മുതൽ 81,630 രൂപ വരെയാണ് മാസ സാലറി ആയിട്ട് ഈ ഒരു ജോലിക്ക് പറയുന്നത്. ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ പ്രധാനമായിട്ടും 3 ക്വാളിഫിക്കേഷനാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഫസ്റ്റായിട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി പാസ്സായിരിക്കുക എന്നതാണ് ഒന്നാമതായി പറയുന്ന ക്വാളിഫിക്കേഷൻ. ഇനി രണ്ടാമതായി പറയുന്ന ക്വാളിഫിക്കേഷൻ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഡിപ്ലോമ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നതാണ് രണ്ടാമതായിട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ. ഇനി മൂന്നാമതായി പറയുന്ന ക്വാളിഫിക്കേഷൻ പാസ് ഇൻ സെക്ഷൻ A&B ഓഫ് ദ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള A&B അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ പാസ്സായിരിക്കുക എന്നതാണ് മൂന്നാമതായി പറയുന്നത്. എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനാണ് ഈ ഒരു ജോലിക്ക് പറയുന്നത്. ഈ ഒരു 3 പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നതാണ് ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡമായിട്ട് പറയുന്നത്. ഇനി ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് 2024 ജൂലൈ 17 മുമ്പായിക്കൊണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.keralabsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയായിട്ടോ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ഓൺ ടൈം രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് കാറ്റഗറി നമ്പർ 129/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്നിങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ നല്ലൊരു സാലറിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ട ഇത്തരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് ദിവസവും ലഭിക്കാനായി നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.